കളക്ടർ വിളിക്കുന്നു. ഇന്നലെ 10 മിനിറ്റ് മുമ്പേ ഏതൊരു ഓഫീസർ കളക്ടർ ചേംബറിലേക്ക് കയറിപ്പോന്ന് ഞാൻ കണ്ടിരുന്നു. കണ്ടിട്ട് ഡൽഹിയിൽ നിന്നാണോ തോന്നുന്നത്. അപ്പൊ പിന്നെ എൻക്വയറി തന്നെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സൂസൻ, ഡു യു നോ ഹൂ ഷീ ഈസ്? അനിശ്ചിതകാല സമരം വന്നപ്പോ ഞങ്ങൾക്ക് പഠിക്കണമെന്നും പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിക്കാരെ ക്ലാസ്സിൽ നിന്ന് കൂവി ഇറക്കി വിട്ട ചെറർ. കൈവെട്ടും കൊല്ലുമെന്നൊക്കെ അവര് ത്രെറ്റൻ ചെയ്തപ്പോ ക്യാമ്പസിന്റെ നടുവിൽ വന്നങ്ങ് നിന്നു. ധൈര്യമുള്ളവരാരാന്ന് വെച്ചാ വരാൻ പറഞ്ഞു. നിരുപമ കൃഷ്ണൻ, our inspiration and fortunately my classmate. പ്ലീസ്. ഇവിടെ 15 വർഷം അല്ലേ? അതെ സർ. IIM-ൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഇറങ്ങട്ടെ മോൻ. ഓക്കെ. 15 വർഷത്തെ വിശേഷങ്ങളുണ്ട് പറയാനും കേൾക്കാനും. എന്ത് ചെയ്യ അവിടെ? ഇറങ്ങി പോണം. വർഗീസേട്ടിന് പകരം വന്നയാള് അതാരും ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പൊ ഇറങ്ങണം. ഔട്ട്സൈഡേഴ്സ് അകത്ത് കയറാൻ പാടില്ല. ഇറങ്ങിയില്ലെങ്കിലോ? ഇറങ്ങിയില്ലെങ്കിൽ പോലീസ് ഒന്നിറക്കും. എന്നാ പിന്നെ അത് തന്നെ നടക്കട്ടെ അല്ലേ? നിങ്ങള് മോനെ, കമ്പ്യൂട്ടർ ലാബ് വേണോന്നുള്ള ഒറ്റയാളുടെ വാശിപ്പുറത്തുണ്ടായ ബിൽഡിംഗ് അത്. പോലീസ് കമ്മീഷണറും മാനേജ്മെന്റും വന്നിട്ട് എഴുന്നേറ്റിട്ടില്ല. മോൻ ചെല്ല്, ആരെയാന്ന് വെച്ചാ വിളിച്ചോണ്ട് വാ. ദേ, അവൻ കുഴപ്പമുണ്ടാക്കും കേട്ടോ. Nirupama Krishnan, if you don't stop this strike right now, you will be expelled from this college. You can expel me, sir, but I won't leave till I see a computer lab here. കാണാനാ നീ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതെങ്കിൽ അങ്ങനെ ഒരാളിപ്പോ ഇല്ല സൂസൻ. അത് മനസ്സിലാവും. പക്ഷെ ഇനി അങ്ങോട്ടും അങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ല എന്നാ നീ പറയുന്നെങ്കിൽ അതെനിക്ക് മനസ്സിലാവില്ല. അച്ഛന്റെ മരണം, അച്ഛന്റെ ജോലി ഏറ്റെടുക്കൽ, കല്യാണം, കുട്ടി, പ്രാരാബ്ദം, ഇതൊന്നും അല്ലാതൊരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ പറ, കേൾക്കാം. അതിനേക്കാൾ വലിയ എക്സ്ക്യൂസ് പറയാനുള്ളിടത്ത് നിന്ന് നിന്റെ പകുതി കാലിബർ ഉള്ള നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എത്തിച്ചേർന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് ഒഴിവഴു പറയുമ്പോ ആ യൂഷ്വൽ ക്ലീഷയൊക്കെ ഒഴിവാക്കി പറയണം. ഇപ്പോഴത്തെ നിന്നെ ഞാൻ കാണാതിരിക്കാനാ നീ ഇത്രയും നാള് ഒളിച്ചു നടന്നെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ നിന്നെ നിനക്ക് തന്നെ ഇഷ്ടമില്ലെന്നാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്വപ്നം കാണാൻ നീ ഇടയ്ക്ക് എവിടെയോ വെച്ച് മറന്നുപോയി. നിരുപമ കൃഷ്ണൻ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനൊരു തെളിവ് വേണം.
ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കാതെ കടന്നു പോകേണ്ട ആളല്ല നീ. ഏതെങ്കിലും ഒരു ഓഫീസിന്റെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ മാത്രം പതിയാനുള്ളതല്ല അത്. യുവർ ഡ്രീം ഇസ് യുവർ സിഗ്നേച്ചർ. എനിക്കിനി ഉണ്ട്. 40കളുണ്ട്, 50കളുണ്ട്, 60കളും 70കളും ഉണ്ട്. യു ആർ നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട്. നെവർ. നിന്നെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ച നിരുപമ ജോക്സിന് പ്രത്യേകം താങ്ക്സ്. പക്ഷെ ഒരാളെ കണ്ട് തലകറങ്ങി വീഴുന്നതിലേക്കാണ് 15 വർഷത്തെ ശീലങ്ങൾ നിന്നെ കൊണ്ടെത്തിച്ചതെങ്കിൽ ആ ശീലങ്ങൾ നീ മാറ്റിയേ പറ്റൂ. അതിലാര് പെട്ടാലും എന്ത് പെട്ടാലും. പഴയ 20കാരി കണ്ട സ്വപ്നമാണിത്. അവളുടെ കയ്യൊപ്പാണിത്. അതിനുപയോഗിച്ച പേന ഒന്ന് പൊടിതട്ടിയെടുത്താൽ മാത്രം മതി. The world will begin to change for you. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. 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 നന്നായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഇത് മാത്രം സംസാരം. താങ്ക് യു. ഇതെന്താ സംഭവം? വഴിയിൽ വെച്ച ആൾക്കാർ പറയുന്ന കേട്ടല്ലോ. വെൽഡൺ ചേച്ചി. താങ്ക് യു ജയ. ഞാനും അത് പറയാൻ തുടങ്ങിയായിരുന്നു. പിള്ളേര് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ഏതായാലും കലക്കി കളഞ്ഞു കേട്ടോ. ഓ, എന്താ കാര്യം? ഫേസ്ബുക്ക് തുറന്ന് നോക്ക്. ഞാൻ നിരുപമ രാജീവ്. വയസ്സ് 36. പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണത് ഞാനാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതാനും കലാകാരന്മാർ വരച്ച എന്റെ കാർട്ടൂണുകളും എന്നെക്കുറിച്ചുള്ള തമാശകളും ഈ അടുത്ത ദിവസമാണ് എനിക്കൊന്ന് കാണാൻ സാധിച്ചത്. ജീവിതത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ ഫേസ്ബുക്കിന്റെ മുമ്പിലിരിക്കാനുള്ള സമയം എനിക്കില്ലാതിരുന്നതുകൊണ്ടാണ്. കലാകാരന്മാരൊന്നും വിചാരിക്കരുത്. ഇനിയുള്ള നിങ്ങളുടെ സൃഷ്ടികൾ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി പ്രസിഡന്റിനെ കണ്ടപ്പോ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് കാണണം. ഹാളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രസിഡന്റ് റൂമിൽ നിന്ന് പുറപ്പെട്ടു എന്ന് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം ഏത് നിമിഷവും എത്താം. സെക്യൂരിറ്റി ഗാർഡ്സ് എന്റെ ചുറ്റും നിന്നിങ്ങനെ നിർദ്ദേശങ്ങൾ തന്നോണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് എത്താറായി. ആരും സംസാരിക്കുന്നില്ല. ടോട്ടൽ സൈലൻസ്. വാതിൽ തുറന്ന് സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റ് മുറിയിലേക്ക് കയറി വരുന്നു. നേരെ എന്റെ മുമ്പിലേക്ക് വന്ന് നിന്ന് എന്നോട് പറയുന്നു, നമസ്തേ. സ്വന്തം മുറിയിലിരുന്ന് മാത്രം പ്രതികരിക്കാൻ ധൈര്യം കാണിക്കുന്ന കലാകാരന്മാരെ, കലാകാരികളെ, എന്റെ ഈ ജീവിതം കണ്ട് ദയവ് ചെയ്തൊന്ന് അസൂയപ്പെടൂ എന്നുറക്കെ കരയുന്ന യുവതീ യുവാക്കളെ, വീട്ടിലെ ബെഡ്റൂമും മക്കളുടെ മാർക്കും സ്വന്തം പ്രണയവും വരെ നാട്ടുകാരുടെ മുമ്പിൽ യാതൊരു എളുപ്പമില്ലാതെ തുറന്നു കാണിക്കുന്ന സഹോദരീ സഹോദരന്മാരെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പുതിയ തമാശകളും പുത്തൻ ചീത്തവിളികളും. അങ്ങനെയെങ്കിലും 4 പേര് അറിയട്ടെ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റ് അതിഥിയായിട്ട് ക്ഷണിച്ചിട്ട് നിങ്ങളെ ആരും അറിയാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. കാത്തിരിക്കുന്നു നിങ്ങളുടെ സൃഷ്ടികൾക്ക് വേണ്ടി. സമ്മതിച്ചു മോളെ, ഒറ്റ ഇനി ഫാദർക്കില്ല. ഇനി ഒരാൾക്ക് കൂടി എനിക്ക് മറുപടി കൊടുക്കാനുണ്ട്. ആർക്ക്?
ഹലോ ആ ഞാനിപ്പോ ബസ്സിലാ. ആ പറഞ്ഞേ. ഉറക്കെ പറ. ടിക്കറ്റ് 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 ടിക്കറ്റ്. ഒരു മേന കേട്ടോ, മണിക്കൂറിനകത്ത് അവിടെ എത്തും. 7 രൂപ. എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ വല്യമ്മയെ കണ്ടില്ലല്ലോ. അവരെന്തോ വയ്യാണ്ട് കിടക്കാന്ന് അറിഞ്ഞത്. എന്തു പറ്റി? വയറ്റിലെന്തോ മുഴയോ മറ്റോന്നാ പറഞ്ഞത്. കുറച്ച് കുഴപ്പാന്ന് തോന്നണേ. ചേട്ടാ ഒരു പള്ളി നോക്ക്. ഇറ്റ്സ് വൈറൽ. നാട്ടിലുള്ള എത്ര ഫ്രണ്ട്സാ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചെന്നറിയോ? തനിക്ക് എവിടെ നിന്ന് കിട്ടിയിടോ ഇത്ര ഗട്സ്? കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. തനിക്കിപ്പോ ഭയങ്കര സപ്പോർട്ടാ. അച്ഛന്റെ റിയാക്ഷൻ ആയിരുന്നു ഒന്ന് കാണേണ്ടത്. അമ്മ തന്നെയാണോ എന്നറിയാൻ 2-3 പ്രാവശ്യം വീഡിയോ കണ്ടു നോക്കി. എന്നിട്ട് അച്ഛനെവിടെ? ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ടഫ് ജോബാ അമ്മ. ചില ദിവസമൊക്കെ ഒത്തിരി ലേറ്റ് ആവും. എന്നാൽ എന്തിനമ്മ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ മാറ്റുന്നത്? അത് അവിടെയുള്ള എന്ത് രസമായിരുന്നു. ഓ, ഇനി ഇതാര് നോക്കാനാ? കൊതുകും പിടിച്ച് സ്ഥലവും മെനക്കെടുത്തി. അതും ഈ 4, 3, 7 പച്ചക്കറിക്ക് വേണ്ടി. മറ്റന്നാൾ ആള് വന്ന് ഇതെല്ലാം അങ്ങ് എടുത്തോണ്ട് പോക്കോളൂ. ഇവിടെ ഫുഡാ അമ്മ എന്റെ മെയിൻ പ്രോബ്ലം. പുറത്തുനിന്ന് കഴിച്ച മതിയായി. ചിലപ്പോ എനിക്ക് കരച്ചില് വരും. കുറച്ച് ചോറും കറിയുമ്പോഴൊന്ന് പാഴ്സൽ അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. പാഴ്സലല്ല, ഞാൻ വരും അങ്ങോട്ട്. ഉറപ്പായിട്ടും വരും. എന്നാ ഞാൻ നാളെ വരാം അമ്മ. ഒരുപാട് ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം. ജോബ് ബുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ലവ് യു ഉമ്മ. ഉം. ഇവിടേക്ക് തന്നെ വന്നതാ. ബസ്സിൽ ചോദിച്ചപ്പോ സുഖമില്ലാതെ കിടക്കുക പറഞ്ഞു. അപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നി. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ മോള്? അതെ, എന്താ? അല്ല, ഒന്നുമില്ല. എങ്ങോട്ടോ ഇറങ്ങാൻ തുടങ്ങായിരുന്നു തോന്നുന്നു. ആ, നമ്മുടെ അയ്യർ സാറിന്റെ വീട്ടിലേക്ക്. അവർക്ക് ആഴ്ചയിൽ മുറുക്കും കൊണ്ടാട്ടവും വേണം. അവരെന്ന ജീവിയാ. ദാ വീട്ടിലുണ്ടായതാ. അയ്യോ, ഇതൊക്കെ എനിക്കായിട്ട് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കാറില്ല. ഒക്കെ പുറത്തുനിന്നാ. ചായ കൊണ്ടുവരാൻ പയ്യനോട് പറയാം. അയ്യോ വേണ്ട. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ. പിന്നെ പറയാനാണേലും പെൻഷന്റെ പാതി വാങ്ങിക്കാൻ വരുന്ന മരുമോളെ ഉള്ളു കേട്ടാ. മോള് വാ. ആശുപത്രിയിലൊക്കെ പോകുന്നത്? ഓ, അതിനൊന്നും കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ നടക്കാം. കൂട്ടു വേണമെങ്കിൽ പറയണം. ആശുപത്രി പോകാൻ കൂട്ടുവേണ്ട. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. വേറൊന്നിനുമല്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. വല്ലപ്പോഴെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാള് വേണം. എല്ലാ ദിവസവും തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രേ ഉള്ളൂ. അതിനപ്പുറം ആർക്കെവിടെ നേരം? എന്നിട്ടും മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ.
കേറി വാ. അവരോട് പണി നിർത്താൻ പറ മോളെ. ഏ അവരോടത് മാറ്റരുതെന്ന് പറ. ഈ സാധനങ്ങൾ കിട്ടിയാ കേമാക്കാം. സാർ അത് നിരുപം മേഡം വന്നിരിക്കാങ്ക. വര ചൊല്ലു. മേഡം പ്ലീസ്. വാ. ഐ ആം സീതാറാം അയ്യർ. അയ്യോ എനിക്കറിയാം സർ. സാറിന്റെ കടയിൽ നിന്നാ ഞങ്ങള് ഫംഗ്ഷൻസിന് സാരിയൊക്കെ വാങ്ങുന്നത്. എന്റെ വൈഫ് രുക്മിണി, പുതിയേടും രാമൻ നമ്പൂതിരി. പ്ലീസ്. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. നമ്മളെ പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണ. ഇന്നലെ നിരുപമ മാധവമ്മയ്ക്ക് കൊടുത്ത വെജിറ്റബിൾസ് അതവർ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ചിലപ്പോൾ പറഞ്ഞു കാണും. ആൻഡ് ഐ ഷുഡ് സേ, കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ ഇത്ര ശുദ്ധമായിട്ടുള്ള, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല. നമ്പൂരിയെ പറ്റി നിരുപമ കേട്ടിട്ടുണ്ടോന്നറിയില്ല. സദ്യ എന്ന് പറഞ്ഞാൽ അത് നമ്പൂതിരിയുടെ സദ്യ. അതിന് കേരളത്തിൽ ഇദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷൻ ഇല്ല. ആക്ച്വലി ഇദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് നിരുപമയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. സോ ലെറ്റ് മീ കം ടു ദി പോയിന്റ്. ഞങ്ങൾക്ക് നിരുപമയുടെ വെജിറ്റബിൾസ് വേണം. ഐ മീൻ, ഞങ്ങൾ നിങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങാൻ തയ്യാറാണ്, നിരുപമ പറയുന്ന വിലയ്ക്ക്. അയ്യോ സാർ, ഞങ്ങൾക്ക് തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ സാറി പറയുന്നത്? സാറിനെ പോലെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഉടനെ വേണമെന്നല്ല, 4 മാസം കഴിഞ്ഞ്. ഇഫ് യു ആർ ഓക്കെ, നാളെ തന്നെ ഞാൻ ടോക്കൺ അഡ്വാൻസ് തരാം. അയ്യോ അഡ്വാൻസ് ഒന്നും വേണ്ട സാർ, ഞാൻ ഓക്കെയാണ്. പെർഫെക്റ്റ്. 2000 പേർക്കുള്ള വെജിറ്റബിൾസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. എത്ര? 2000. 2000. മകളുടെ മാരേജ് റിസപ്ഷന് വേണ്ടിയാ, 6th of June. എന്ന് പറയുമ്പോ ഇനി കൃത്യം 4 മാസം. നിങ്ങളുടെ ഒരേക്കർ ഫാമിനെ പറ്റി മാധ്യമ പറഞ്ഞു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തലേസം തന്നെ എത്തിച്ചോളോ. നിങ്ങളുടെ ഫാമിലി എന്താ ഇല്ലാച്ചാ അത് നേരത്തെ തന്നെ ഒന്ന് അറിയിച്ചു വെച്ചേക്കാം. അങ്ങനെയുള്ളത് വേറെടുത്തും തരപ്പെടുത്താലോ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നോ പെസ്റ്റിസൈഡ്സ്, നോ എൻഡോസൾഫാൻ. സദ്യക്ക് ക്യാൻസർ വിളമ്പാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ മാധവമ്മയ്ക്ക് കൊടുത്ത പോലെ 100% ശുദ്ധമായത്. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് വെരി ആംഗ്രി. തക്കാളി കണ്ടപ്പോ തന്നെ പരാഗണം കൃത്യാന്ന് ബോധ്യായി. എന്താ അങ്ങനെയല്ലാന്നുണ്ടോ? പച്ചക്കറികൾ പലതും തഴച്ചങ്ങട് വളരാത്തത് പരാഗണം കൃത്യമല്ലാത്തോണ്ട് തന്നെയാ. എന്തേ? സോ ജസ്റ്റ് ഗോ ത്രൂ ദി ലിസ്റ്റ്. നാളെ രാവിലെ തന്നെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പക്ക യെസ് കിട്ടിയിട്ട് വേണം വേറൊരു പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ. കാബേജ് 35 കിലോ, ക്യാരറ്റ് 30 കിലോ, വെള്ളരിക്ക 25 കിലോ, ഉള്ളി 20 കിലോ. ഒരു പച്ചക്കറി ചന്തയിൽ ഉള്ളതിനെക്കാട്ടിലും സാധനങ്ങൾ ഉണ്ടല്ലോ ഇതില്. എല്ലാം വിളഞ്ഞ് റെഡിയാവുമ്പോ എങ്ങനെയാ? എന്റെ ഫാമിലോട്ട് ലോറി അയക്കോ അതോ അതും എനിക്ക് സ്വന്തമായിട്ടുണ്ടോ? അയ്യോ മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. പറയുമ്പോ ഒരു സ്റ്റൈൽ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങ് പറഞ്ഞു പോയതാ. അതിന്റെ പേരിൽ ഒരു കല്യാണ സദ്യക്കുള്ള പച്ചക്കറി എടുത്ത് പെടലിക്ക് വെച്ച് വരുമെന്ന് ഈശ്വരനാണ് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും മോളത് മാറ്റി പറയാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റാതായേനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആരെയും വിളിക്കാനും പോകുന്നില്ല, ഒന്നും സംസാരിക്കാനും പോകുന്നില്ല. അവനവൻ കുഴിച്ച കുഴികള് അവനവൻ തന്നെ അങ്ങ് മൂടിയാ മതി. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്തോന്ന് അവിടെ ചെന്ന് പറയും? ഭൂകമ്പത്തിലെ ഫാം 2ആയിട്ട് പിളർന്നു പോയിന്ന് പറ. അല്ലെങ്കിൽ പിന്നെ നമ്പൂതിരി പറഞ്ഞ പോലെ പരിഗണിച്ചാ പോരെ? എന്ത്? അല്ല, പരിഗണിച്ചാ പച്ചക്കറികൾ തഴച്ചു വളരുമെന്നല്ലേ അങ്ങേര് പറഞ്ഞത്? പരാഗണം എന്താന്ന് വല്ല നിശ്ചയുണ്ടോ? ഇല്ല. എന്നാലേ എനിക്കും നിശ്ചയില്ല. അങ്ങോട്ട് പിടിക്ക. മോള് വാ, ഇതിന് പറ്റിയ ഒരാൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത്രയും പച്ചക്കറികളാണ് വേണ്ടത്. ഇതൊന്നും ഒരു ഓർഡറേ അല്ല സിസ്റ്ററെ. ഇപ്പറയുന്ന ഡേറ്റിന് സിസ്റ്റർ ഇങ്ങ് വന്നാ മതി, സംഗതി റെഡിയായിരിക്കും. അന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് സാധനം ഞാൻ തരാം. കൊണ്ടുപോകാനുള്ള വണ്ടിയും ഞാൻ ഏർപ്പാട് ചെയ്യാം. ഒരു ഉറപ്പിനായിട്ട് വേണേൽ 4-5 ദിവസം മുമ്പേ അങ്ങ് എത്തിക്കാം. അപ്പൊ പിന്നെ റിസ്ക് ഇല്ലല്ലോ. പക്ഷെ അത്രയും നേരത്തെ എത്തിച്ച എല്ലാം കേടായി പോയാലോ? 10 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനമാ. ഇനി വേണേലിരിക്കും ഇതുപോലെ ഒരാഴ്ച.
കേരളത്തിൽ ഒരു പച്ചക്കറിയും കേടാവില്ല സിസ്റ്ററെ. ഒറ്റ കാര്യമുള്ളൂ ബെന്നിച്ച, ഇത് നമുക്കിടയിൽ തന്നെ നിൽക്കണം. മരുന്നടിക്കാത്ത പച്ചക്കറി വേണോന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് കുറച്ച് മണ്ണും ചെളിയും പൊടിയൊക്കെ തേച്ചങ്ങ് കൊടുത്താ പോരെ. ജൈവമാണെന്നേ തോന്നത്തുള്ളൂ. പിന്നെ ഈച്ച വന്നിരിക്കാനുള്ള മരുന്നും അടിച്ചേക്കാം. അപ്പൊ പിന്നെ ഫ്രഷ് ആണെന്നുള്ളതിനെ പറ്റി സംശയം ഉണ്ടാവില്ലല്ലോ. അല്ല, ഫ്രഷ് സാധനം തന്നെ വേണം. ഈ കാണുന്ന പോലെ പഴുത്തു തുടുത്തു വരണമെങ്കിൽ അത്യാവശ്യം ചില വേലകളൊക്കെ കാണിക്കേണ്ടി വരും സിസ്റ്ററെ. വിത്തിടുമ്പോഴേ അവന്മാരത് അവിടെ ചെയ്യും, തമിഴ്നാട്ടിലെ. പിന്നെ ലോറി കയറ്റുന്നതിന് മുമ്പ് ബെൻലേറ്റിലോ മറ്റോ ഒന്ന് മുക്കിപ്പൊക്കി എടുക്കുകയും കൂടെ ചെയ്താൽ സംഗതി സേഫ് ആയിട്ട് ഇവിടെ ഇരുന്നോളും. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ചില പൊടി കൈകളും. പക്ഷെ ഇതൊക്കെ ശരീരത്തിന് ചീത്തയല്ലേ എന്ന് ചോദിച്ച പറയുന്ന നേരത്ത് കായ്ക്കുകയും കേടാകാതിരിക്കുകയും ഒക്കെ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ എന്താ ലാഭം? പച്ചക്കറിയാണോ, അതിൽ ഫ്യൂറിഡാനും ഫോറേറ്റും ഒക്കെ കാണും. അതിൽ കുറച്ച് കാർബൈഡ് പോയി പെട്ടെന്ന് പഴുക്കട്ടെ. ഈ സാധനമൊക്കെ തേച്ചത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എപ്പ ആള് വടിയായെന്ന് ചോദിച്ചാൽ മതി. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് തന്നെയാണോ കൊടുക്കുന്നത്? അല്ലല്ല, വീട്ടിലാവശ്യത്തിന് നമുക്ക് വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരാര് CBI? എവിടെ പോയാലും ഇതുപോലത്തെ ഒക്കെ തന്നെ കിട്ടാൻ പോണത്. ഒരു ചെറിയ കള്ളത്തരം ഇല്ലാതെ കച്ചവടം ഉണ്ടോ മോളെ? എനിക്കറിയില്ല. പക്ഷെ ഇനി ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് മനുഷ്യർക്ക് വിളമ്പുന്ന ഭക്ഷണത്തിലല്ല. അയ്യോ, ഈ പറഞ്ഞതുപോലുള്ള കുഴപ്പമൊന്നും ഇല്ല മോളെ. എന്റെ വീട്ടിലും വെപ്പും തീനും ഒക്കെ ഉണ്ടായിരുന്നപ്പോ ഞാനും ഇവിടെ നിന്നൊക്കെ തന്നെയാണ് മേടിച്ചോണ്ടിരുന്നത്. ഇനി എന്നാ ആശുപത്രി പോണെന്ന് പറഞ്ഞത്? ഏതായാലും കൊള്ളാം. 2000 പേർക്ക് സദ്യ, അത് നീ. ലച്ചുവിനോടൊന്ന് പറയാനൊരു തമാശയായി. സീതാറാമയ്യര് വിളിക്കാന്ന് വെച്ചാ അതൊരു ക്രെഡിറ്റ് ആണെന്നാ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ബിസിനസ്സുള്ള ആളാ. സാറിന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല ചാൻസാ. അതിപ്പോ പ്രസിഡന്റ് ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചതും നല്ലൊരു ചാൻസ് ആയിരുന്നു. എനിക്ക് മനസ്സിലാവാത്തത്, ഈ ഓരോരുത്തർ ഓരോന്ന് പറയുന്ന കേട്ട് നീ ആ പണിക്കാരെ പറഞ്ഞു വിട്ടോ. നാളെ തന്നെ അവരെ വിളിച്ച് അതൊക്കെ മാറ്റാൻ നോക്കൂ. ഇനിയിപ്പോ അതിവിടെ നിക്കട്ടെ. നിന്നിട്ട് കല്യാണം നടത്തി കൊടുക്കാനോ? ഒരുപാട് VIPs വരുന്ന കല്യാണമായിരിക്കും എന്നാ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത്. അവരുടെ മുമ്പിൽ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യം തന്നെയാ. നമ്മുടെ ടെറസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചു. അവിടെ അവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു കുന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ആ ലിസ്റ്റിൽ പറഞ്ഞ പോലെയുള്ള പച്ചക്കറികൾ അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. ഓ, അത്രയൊക്കെ നീ ചിന്തിച്ചോ ഇതിനോടകം? ഞാൻ പറഞ്ഞില്ലേ രാജീവ്, ഇന്ന് ആ ഗോഡൌണിൽ അതെല്ലാം കാണുകയും കൂടെ ചെയ്തപ്പോ പലരും വന്ന് പലതിലേക്ക് എടുത്ത് ചാടിക്കാൻ നോക്കും. കാര്യത്തോട് എടുക്കുമ്പോൾ ഒരാളും ഉണ്ടാവില്ല. ഒരു നാണക്കേട് തീർന്നിട്ടേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് വരരുത്. ബാക്കിയുള്ളവന് ഇവിടെ തലയുയർത്തി നടക്കണം. നാളെ തന്നെ അയ്യരെ വിളിച്ച് ഇതിൽ ഒഴിച്ചോണം. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്, കേട്ടല്ലോ? ശരി. പക്ഷെ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. എല്ലാം കൃഷി ഓഫീസിൽ നിന്ന് ഇവിടെ വന്ന് ചെയ്തു തന്നോളും. സുഹറ നിരുപമയുടെ കൂടെ ഒന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി. ഇതിനൊക്കെ എവിടുന്നാ നേരം? അത് ഈ പ്രായത്തില് വേണമെങ്കിൽ അങ്ങേരോട് ചോദിക്കാം. വേണ്ടേ? നമ്മുടെ സീതാറാം സിന്റെ ഓണറുടെ മോളുടെ ഐ ആം റെഡി. ഗ്രീൻ ഹൗസ് ആ സെർച്ച് ചെയ്ത് ടെറസ് മതി. 7 പേര് സമ്മതിച്ചു.
8. വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് നമ്മളൊരു തുടക്കമായിട്ട് കൂട്ടിയാൽ മതി. ഇത് കഴിഞ്ഞുള്ളതിൽ നിന്നാണ് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആൾക്കാർ ചോദിച്ചറിഞ്ഞു വരണം. റെഗുലറായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം, മാർക്കറ്റിലും ചടങ്ങുകൾക്കും ഒക്കെ. പിന്നെ സാധാരണ പച്ചക്കറിയേക്കാൾ വില കിട്ടും ഓർഗാനിക്കിന്. എന്നിട്ട് വേണം എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള പോലെ ഒരു കുറ്റബോധമില്ലാതെ ഷോപ്പിങ്ങിന് പോവാൻ. എന്നാലും നമ്മുടെ ഭർത്താക്കന്മാരല്ലേ, അപ്പോഴും അവര് പറയും എന്തൊക്കെയായാലും ടെറസ് ഞങ്ങളുടെ ആയിരുന്നല്ലോ എന്ന്. മൊത്തം എക്സ്പെൻസ് ഒരു 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. ഞാൻ എൻ്റെ പേരിൽ ഒരു ബാങ്ക് ലോൺ എടുക്കാം.